സുന്നത്തി ജമാഅത്തിന്റെ എത്രയോ വഖഫ് സ്വത്തുകൾ വഹാബികൾ കട്ടു. കോഴിക്കോട്ടങ്ങാടിയിലെ മൊഹീദ്ദീൻ പള്ളി, കോഴിക്കോട്ടങ്ങാടിയിലെ ഷാദുലിപ്പള്ളി, കോഴിക്കോട്ടങ്ങാടിയിലെ പട്ടാളപ്പള്ളി തുടങ്ങി 1 ഡസനിലധികം വരുന്ന സുന്നത്തി ജമാഅത്തിന്റെ പള്ളികൾ കോഴിക്കോട്ടങ്ങാടിയിൽ മാത്രം വഹാബികൾ കട്ടെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വഹാബികൾ ഒരു കാലത്ത് വളർന്നത്. ഒരു ഭാഗത്ത് വഹാബികൾ കക്കും, മറുഭാഗത്ത് വഹാബികൾ വിൽക്കും. അതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിങ്ങൾ കണ്ടില്ലേ, വഖഫ് സ്വത്ത് മുനമ്പം എന്ന് പറയുന്ന പ്രദേശത്ത് ഫറൂഖ് കോളേജിന് വേണ്ടി ധനാഢ്യനായ ഒരു കുടുംബനാഥൻ നിർലോഭമായി തന്റെ സമ്പത്ത് ഈ സമുദായത്തിന്റെ സാമൂഹികവും വൈജ്ഞാനികവുമായ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് സംഭാവന ചെയ്തിട്ട് ആ വഖഫ് ഫറൂഖ് കോളേജിന്റെ മുമ്പിൽ അടയിരിക്കുന്ന വഹാബികൾ മൊത്തമായും ചില്ലറയായും വിറ്റ് കിട്ടിയ കാശ് അണ്ണാക്കൊടാതെ വിഴുങ്ങി വഹാബികൾ കൊള്ള ചെയ്തു വഖഫ് സ്വത്ത്. മുനമ്പത്ത് എത്ര മനുഷ്യന്മാരെയാണ് വഹാബികൾ ചതിച്ചത്? ഫറൂഖ് കോളേജിന്റെ കമ്മിറ്റി എത്ര മനുഷ്യരെയാണ് ചതിച്ചത്, വഞ്ചിച്ചത്? അള്ളാഹുവിലേക്ക് മാത്രം നീക്കി വെച്ച വിൽപ്പനയും ക്രിയവിക്രിയയും പാടില്ല എന്ന് രാജ്യത്തിന്റെ നിയമവും ഇസ്ലാമിന്റെ നിയമവും നിഷ്കർഷിക്കുന്ന ആ നിയമങ്ങളെ മുഴുവനും കാറ്റിൽ പരത്തി വഖഫ് പച്ചക്ക് വിൽപ്പന നടത്തി പണം പിടുങ്ങി തിന്നുകളഞ്ഞ വഹാബി കമ്മിറ്റിക്കാർ ഇപ്പൊ എന്ത് ചെയ്തു? നിയമപരമായ മൂലാമാലകളിൽ പെട്ടുകൊണ്ട് വഹാബികളെ വിശ്വസിച്ച് ആ സ്ഥലം വാങ്ങി അവിടെ താമസിക്കുന്ന തലമുറ, ആ മനുഷ്യർ ഇന്ന് പെട്ടുപോകുകയാണ്. അവർ വഴിയാധാരമായി പോവുകയാണ്. അവർ വഞ്ചിക്കപ്പെടുകയാണ്. വഹാബിസം ചതിയാണ്, വഞ്ചനയാണ്. മുസ്ലിമീങ്ങളെ വഞ്ചിച്ച വഹാബികൾക്കുണ്ടോ മുസ്ലിമീങ്ങളെ വഞ്ചിക്കാൻ വല്ല മനസ്സംഘർഷവും? എന്നിട്ട് ഇപ്പൊ വഹാബികൾ ആകെ അണ്ടിപോയ അണ്ണാനെ പോലെയായി. എന്താ കാരണം? നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു വഖഫ് സ്വത്ത് വിറ്റു തിന്നത്. ആ വഖഫ് സ്ഥലത്ത് താമസാക്കിയ മനുഷ്യന്മാരോ ഓല് വഴിയാധാരാകുമെന്ന ആശങ്കയും മുറവിളികളും വന്നു. അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വന്നപ്പോ ഇപ്പൊ വഹാബികൾ നട്ടോട്ടോടുകയാണ്. എങ്ങനെങ്കിലും ആ വഖഫ് കൊള്ള വെളുപ്പിച്ചെടുക്കാനുള്ള പണി നടത്തുകയാണ്. അതിനുവേണ്ടി വഹാബിയൊക്കെ എപ്പോഴും പ്രതിസന്ധി വരുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഐക്യവേദി ഉണ്ട്. എന്നിട്ട് വഹാബികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന കലാപരിപാടി ഇപ്പൊ പലരും നട്ടോട്ടോടുകയാണ്. അതവിടെ താമസിക്കണ താമസക്കാരെ സംരക്ഷിക്കാനൊന്നല്ല, വഖഫ് വിറ്റ വഹാബികളെ സംരക്ഷിക്കാനാണ്. എന്നിട്ടിപ്പോ മുസ്ലിം സമുദായത്തിന് മുനമ്പം വിഷയത്തിലുള്ള നിലപാട് എന്താന്നൊക്കെ പറയാൻ വെളിച്ചപ്പാടായി രംഗപ്രവേശനം ചെയ്യുന്നത് വഹാബി പുരോഹിതന്മാരാണ്. അങ്ങനെ ഈ അടുത്ത ദിവസം മുസൈം മടവൂർ എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു പ്രസ്താവന ഇറക്കാണ്. ആരായി വഹാബികൾ അറിയങ്ങള്? പണ്ട് ഇവിടെ വഖഫ് ബോർഡിലേക്ക് ചില നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയൊക്കെ വന്നപ്പോ എല്ലാ മുസ്ലിം പള്ളിയിലും വഖഫ് സംരക്ഷണത്തിന് വേണ്ടി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ സുന്നി പണ്ഡിതന്മാരെയും തങ്ങന്മാരെയൊക്കെ കുതിര കയറി അട്ടാളപ്പള്ളിയിൽ വഖഫ് സംരക്ഷിക്കാൻ വേണ്ടി ചിത്താന്തം കാട്ടി പ്രസംഗിച്ച ആളായി ഹുസൈൻ മടവൂർ. ചെങ്ങായിക്ക് ഇപ്പൊ വഖഫിനോട് ഒരു കമ്പമില്ല. സ്വന്തം ആശയധാരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കോളേജ് കമ്മിറ്റിയുടെ ഏക്കറക്കണക്കിന് വഖഫ് സ്വത്ത് അന്യാധീനപ്പെട്ടതിന്റെ പേരിൽ ഒരു മനസ്സംഘർഷമല്ല. എന്താ കാരണം എന്നറിയങ്ങള്? ഇതാകപ്പാടെ കുണ്ടാൻ വേണ്ടി ആയാല് ഈ കമ്മിറ്റിക്കാരെയും ഓല പൂർവികരെയൊക്കെ തറവാട് വിറ്റിട്ട് ഈ പുനരധിവാസം നടത്തേണ്ടി വരും. ആ ബേജാറാണ്. പിന്നെന്താ വഹാബികളെ ബേജാറങ്ങള്? കാലങ്ങളോളമായി കയ്യേറ്റം ചെയ്യപ്പെട്ട വഖഫ് സ്വത്ത് അതിന്റെ നേരവകാശികളിലേക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു നിയമ നടപടിക്രമങ്ങൾ ഇവിടെ ഉണ്ടായാൽ ഇന്നലകളിൽ വഹാബികൾ കട്ടെടുത്ത് കൊണ്ടുപോയ മൊഹീദ്ദീൻ പള്ളിയിലേക്ക് അതൊരു കീഴ്വഴക്കമായി വന്നേക്കാം, ഷാദുലിപ്പള്ളിയിലേക്ക് വന്നേക്കാം. മുനമ്പത്തെ കുടിയേറ്റക്കാരോ അല്ലെങ്കിൽ ചതിക്കപ്പെട്ട താമസക്കാരോ ആയ ആളുകളുടെ കയ്യിൽ വെച്ച ആ വഖഫ് സ്വത്ത് നിയമ നടപടികളിലൂടെ അവകാശികളിലേക്ക് തിരിച്ചെത്തിയാൽ അതേ കീഴ്വഴക്കം വെച്ച് മൊഹീദ്ദീൻ പള്ളി സുന്നികളിലേക്ക് തിരിച്ചു തരണമെന്നെങ്ങാനും ഷാദുലിപ്പള്ളി നിങ്ങൾ ഞങ്ങളെ പള്ളികളിൽ നിങ്ങൾ കയ്യേറ്റം നടത്തിയതാണ്, നിങ്ങൾ ഞങ്ങളെ പള്ളിയിലെ കുടിയേറ്റക്കാരാണ്, അതുകൊണ്ട് മുനമ്പം വഖഫ് മോഡൽ ഞങ്ങൾക്ക് മൊഹീദ്ദീൻ പള്ളി തിരിച്ചു തരണമെന്നെങ്ങാനും മുസ്ലിമീങ്ങൾ പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഈ ജാതി കുടിയേറ്റക്കാരോടും താമസക്കാരോടൊക്കെ വഹാബിയാക്ക് ഇത്തരം മഹബത്ത്. അങ്ങനെ ഹുസൈൻ മടവൂർ പറയാണ്, അവിടെ താമസിക്കണ ആരും ഒഴിവാക്കാൻ പാടില്ല എന്ന് ഇയാളെ ചെലവിൽ പറഞ്ഞോട്ടെ. എല്ലാ മുസ്ലിമീങ്ങളെയും വക്കാലത്തെടുത്ത് അയാൾ അത് പറയണത്. മുനമ്പത്ത് ഇപ്പോൾ താമസിക്കുന്ന അവൻ ലീഗലായി അവിടെ കഴിഞ്ഞുകൂടുന്ന
ഒരാളെയും കുടിയിറക്കാൻ പാടില്ല എന്നാണ്. ഇത് പറയാൻ ഞാൻ ആരാ ഈ സമുദായത്തിൽ? ഇത് പറയാൻ മുസ്ലിം സമുദായത്തെ ഓരിയച്ചാൽ ഒരു 0.5% സപ്പോർട്ട് പോലും ഇല്ലാത്ത ഈ മൗലവിയാണോ അത് പറയേണ്ടത്? ഇതൊരു മുനമ്പം വഖഫിൽ നിൽക്കൂല. നാളെ അത് മറ്റു വഖഫുകളിലേക്ക് ഒരു കീഴ്വഴക്കമായി ആ വഖഫുകളൊക്കെ അന്യാധീനപ്പെടാനുള്ള വഴിവെട്ടല്ലേ ഈ മൗലവി ചെയ്യണത്? അള്ളാഹുവിലേക്ക് വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്ത് ആരെങ്കിലും നിയമവിരുദ്ധമായി കയ്യേറ്റം ചെയ്തോ അല്ലാതെ ചതിക്കപ്പെട്ടോ താമസക്കാരായിക്കണമെങ്കിൽ അത് ലീഗലി അല്ല മൗലവി, അത് നിയമവിരുദ്ധാണ്. അതെങ്ങനെ ലീഗലിയാകുക വഖഫ് സ്വത്താണെങ്കിൽ? സംബന്ധമായ ഒരു ചർച്ചയ്ക്ക് വേണ്ടി പോയപ്പോൾ ആദരണീയനായ നമ്മുടെ പ്രസിഡന്റ് ടി.പി. അബ്ദുൽ കോയ മദനി അവരുകളോട് ഇതിൽ നമ്മുടെ സമീപനം എന്ത് പറയണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നതും അതാണ്. അപ്പൊ ഈ വഹാബികൾ ഈ മുസ്ലിം ഐക്യവേദിക്കൊക്കെ വരുമ്പോ അവര് മനസ്സിലാക്കിയ ഒരു ആശയമുണ്ട്. അവരുടേതായ താല്പര്യം സംരക്ഷിക്കാനുള്ള ഒരു നയം നിലപാടൊക്കെ ഉരുട്ടിക്കൂട്ടി വന്ന് മുസ്ലിം ഐക്യവേദിയിൽ ഛർദിക്കുക, അത് സാമുദായിക രാഷ്ട്രീയ അധികാര പിൻബലൊക്കെ വെച്ചിട്ട് പാസ്സാക്കി എടുക്കുക. എന്നിട്ട് എപ്പോഴും വഹാബീസത്തിന് സംരക്ഷണം കൊടുക്കുന്ന കലാപരിപാടിക്ക് പറയുന്ന പേരാണ് ഈ മുസ്ലിം ഐക്യവേദി. ടി.പി. അബ്ദുൽ കോയ മദനി പറഞ്ഞു കൊടുത്തതാണ്, ആ മുനമ്പം വഖഫ് ആരും ഒഴിവാക്കണ്ടെന്ന് പറഞ്ഞാൽ മതി, എന്നിട്ട് മുസ്ലിം ഐക്യവേദി അത് പാസ്സാക്കുക. എന്നിട്ട് അത് നടപ്പാക്കാൻ വേണ്ടിങ്ങാണ്ട് ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്താൻ സമുദായ നേതാക്കൾ നട്ടോട്ടോടുക. അതിന്റെ പേരിൽ വർഗീയതയുടെ വർത്താനൊക്കെ പറഞ്ഞ് സമുദായത്തെ പേടിപ്പിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ അടിസ്ഥാനപരമായി ആ വഖഫ് വിറ്റ് തിന്ന ഫറൂഖ് കോളേജിന്റെ വഹാബി കമ്മിറ്റിയെ സംരക്ഷിക്കാനുള്ള കലാപരിപാടി മാത്രമാണ്. ഇനി അയാൾ പറയുന്നുണ്ട് ഇതന്നെ എല്ലാ മുസ്ലിം സംഘടനകളുടെയും നിലപാട്. പത്രസമ്മേളനത്തിൽ പറഞ്ഞതുമാണ്, ഒരൊറ്റ മുസ്ലിം സംഘടനയും കേരളത്തിൽ മുനമ്പത്തുള്ള ആളുകളെ കുടിയിറക്കണം എന്ന് പറയുന്നില്ല. മുസ്ലിം സംഘടനകളുടെ നിലപാട് പറയാൻ ഇഞ്ചാനാരാ? മുസ്ലിം സമുദായത്തിലെ മുസ്ലിം സംഘടനകളുടെ ഈ ഉമ്മത്തിലെ 99% വരുന്ന മുഖ്യധാര മുസ്ലിമീങ്ങളുടെ നിലപാട് പറയാൻ ഉസൈൻ മടവൂരാരാ? മൂപ്പര് പറയാ ടി.പി. അബ്ദുൽ കോയ മദനി എഴുതി കൊടുത്ത നിലപാട് സ്വന്തം ഭാഗം സംരക്ഷിക്കാനും കൊള്ള സംരക്ഷിക്കുവാനും വേണ്ടി വഹാബി ആഫീസ് ഉണ്ടാക്കിയെടുത്ത് ഉരുട്ടുകൂട്ടിയ ഈ നിലപാട് മുസ്ലിം ഐക്യവേദിയിൽ പാസ്സാക്കിയിട്ട് അത് മുസ്ലിം സംഘടനകളുടെ മുഴുവൻ പെരടിയിൽ വെച്ച് കെട്ടി അത് വിളിച്ചു പറയാൻ ഈ ഉമ്മത്തിന്റെ വാക്താവായി ആരാ മൗലവി നിങ്ങളെ ചുമതലപ്പെടുത്തിയത്? അവർക്ക് അവിടെ താമസിക്കാൻ ലീഗലായ നിലയ്ക്ക് എന്നേക്കും പരിഹാരം ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. ഇതൊരു മുസ്ലിമിന് പറയാൻ പറ്റൂ? അള്ളാഹുവിലേക്ക് വഖഫായി നീക്കിയിരിക്കപ്പെട്ട ഈ രാജ്യത്തിന്റെ നിയമവും ഇസ്ലാമിന്റെ നിയമവും മറ്റൊരാൾക്ക് ക്രിയവിക്രിയക്ക് അവകാശവും അധികാരവും കൊടുക്കാത്ത വഖഫ് സ്വത്തിലേക്ക് വഹാബികളാൽ ചതിക്കപ്പെട്ട് താമസക്കാരായ ആളുകൾക്ക് കാലാകാലം ആ വഖഫ് സ്വത്ത് തീരെഴുതി കൊടുക്കണമെന്ന് പറയുന്നതിൽ എന്ത് മതപരമായ ന്യായമുണ്ട്? എന്ത് രാജ്യത്തിന്റെ നിയമത്തിന്റെ പിൻബലുണ്ട്? ഇത് വഹാബികൾ പറയുന്നത് അവിടെ താമസിക്കുന്ന ആൾക്കാരെ സ്നേഹിച്ചിട്ടൊന്നല്ല. അവരെ എങ്ങാനും അവിടെ നിന്ന് മാറ്റം ചെയ്യപ്പെട്ടാൽ ഈ സ്ഥലം കച്ചവടം ചെയ്ത വഹാബികളെ തറവാട് വിറ്റിട്ട് ആ പാവങ്ങൾക്ക് പെരിയും സ്ഥലം വാങ്ങിക്കൊടുക്കേണ്ടി വരുന്നു പേടിച്ചിട്ടാണ്. അതുപോലെ ഇന്നലകളിൽ വഹാബികൾ അന്യായമായി കയ്യേറ്റം ചെയ്ത മുസ്ലിം സുന്നത്തിയമായത്തിന്റെ വഖഫ് ഇതേ കീഴ്വഴക്കം വെച്ചുകൊണ്ട് തിരിച്ചു പിടിക്കപ്പെടുമോ എന്ന് പേടിച്ചിട്ടാണ് പട്ടാടപ്പള്ളിയിൽ നിന്ന് ഉസൈൻ മടവൂരിനെ ഇറങ്ങേണ്ടി വരുന്ന ബേജാറായിട്ടാണ്. ഇതിലെന്താണ് മുസ്ലിം സംഘടനകളുടെ നിലപാട്? മുസ്ലിം സംഘടനകളുടെ നിലപാട് അവിടെ വഞ്ചിക്കപ്പെട്ട് താമസിക്കേണ്ടി വരുന്ന സ്ഥലം വാങ്ങേണ്ടി വന്ന ഒരാളെയും വഴിയാധാരമാക്കരുത് എന്ന് തന്നെയാണ്. എന്നാൽ വഖഫ് സ്വത്ത് അതിന്റെ യഥാർത്ഥ അഹ്ലുകാരിൽ നിന്ന് തിരിച്ചു പിടിച്ച് അവിടെ താമസക്കാർക്ക് കൊടുക്കണം എന്നല്ല. ബഹുമാന്യനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ മുഷാവറ അംഗം കൂടിയായ ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് പത്രക്കാരോട് അത് വ്യക്തമായി പറയുന്നുണ്ട്. ഭൂമി അത് അതിന്റെ അവകാശികൾ ആരാണോ അവർക്ക് തിരിച്ചു കൊടുക്കണം. അല്ലാതെ കയ്യേറ്റം ചെയ്യപ്പെട്ടതോ ചതിക്കപ്പെട്ടതോ ആയ ഭൂമിയിൽ ആരെങ്കിലും താമസാക്കിക്കണമെങ്കിൽ സ്ഥലം വഖഫാണെങ്കിൽ അവരെ മറ്റു ന്യായങ്ങൾ പറഞ്ഞ് അവിടെ തന്നെ താമസിപ്പിക്കണം എന്നത് വഹാബികളുടെ ഇടൻ അജണ്ടയാണ്. ഫറൂഖ് കമ്മിറ്റിയെ സംരക്ഷിക്കാനുള്ള കുൽസിതവും കുതന്ത്രവുമായ നിലപാടാണ് പട്ടാളപ്പള്ളിയും ഹീദീം പള്ളിയും നാളെ സുന്നികൾ പിടിച്ചടക്കുമോ എന്ന പേടി കൊണ്ട് വഹാബികൾ നിർമ്മിച്ചെടുത്ത കുത്തിത്തിരിപ്പാണ്. ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി മറ്റൊരാൾ കയ്യേറിയാൽ അതിന് നമ്മളെ അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല. അതാണ്. അതുകൊണ്ട് ഉസൈൻ മടവൂരിനെ അഭിപ്രായം പറയാൻ മുസ്ലിം സംഘടനകൾ ഏൽപ്പിച്ചിട്ടില്ല. നിങ്ങൾ ഈ സമുദായത്തിൽ ഒരു ചുക്കും ചുണ്ടാകുമ്പോൾ അല്ലാനും അതൊക്കെ പറയാൻ ഇവിടെ ആധികാരിക ശബ്ദങ്ങളുണ്ട്. മുഖ്യധാര മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വമുണ്ട്. ഭൂമി അതിന്റെ ഉടമസ്ഥന്മാർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണല്ലോ. അതാണ്. വഖഫാണോ? വഖഫാണ് എന്ന് കോടതി വിധിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഭരണാധികാരികൾ വിധിച്ചിട്ടുണ്ട്. നാളിതുവരെയായി ആ നിലക്ക് അത് അറിയപ്പെടുന്നുണ്ട്. ആധാരത്തിൽ വഖഫ് എന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ഭൂമി വഹാബികള് മൊത്തമായും ചില്ലറയായും വിറ്റ് തിന്നതാണ്.
ഇപ്പൊ അത് കുലുമാലായപ്പോ തടി കാലിയാക്കാൻ വേണ്ടി വഹാബികൾ ഉരുട്ടിക്കൂട്ടി സമുദായത്തിന്റെ പേരിൽ ഓല താല്പര്യം വെച്ചിട്ടാണ്. എപ്പോഴും ഇതാണ് ഈ മുസ്ലിം ഐക്യവേദി എന്ന ഏടാകൂടം കൊണ്ട് ബല് നേടല്. അങ്ങനെയല്ലേ വേണ്ടത്? അതിൽ ആർക്കെങ്കിലും തർക്കം ഉണ്ടാവുമോ? വ്യാജമായ കച്ചവടം നടന്നിട്ടുണ്ടെങ്കിൽ അതില് ക്രൂശിക്കപ്പെട്ട ആളുകളെ അവരെ പീഡിപ്പിക്കുന്നതിന് പകരം അവരെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാവണം. അതാണ്, അവരെ രക്ഷിക്കണം. അവിടെ വഹാബികളാൽ വഞ്ചിക്കപ്പെട്ട ക്രൈസ്തവരും അല്ലാത്തവരുമായ മനുഷ്യരെ വഴിയാധാരമാക്കാൻ പാടില്ല. അവരെ ഒരിക്കലും നമ്മൾ വലിച്ചെറിയാൻ പാടില്ല. അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഉണ്ട്. ഇസ്ലാമിനെ കുറിച്ചറിയുന്ന ജീവസുറ്റ ഒരു പ്രസ്ഥാന പക്ഷത്തു നിന്ന് നേതൃത്വം പറയേണ്ട അന്തസ്സുള്ള വാക്കാണ്. ആ വാക്കിൽ സാമൂഹിക മൈത്രിയുടേതുണ്ട്. അവിടെ അന്യായമായി ചതിക്കപ്പെട്ടവരുടെ അവകാശങ്ങളുടെ സ്വരമുണ്ട്. ഇസ്ലാമിന്റെ കൃത്യമായ മതവിധിയുണ്ട്. മറ്റൊടുത്ത് വഹാബികളെ താല്പര്യം മാത്രമാണ് ഹുസൈൻ മടവൂർ പറഞ്ഞത്. സമുദായത്തിന് അതിൽ ഉത്തരവാദിത്തമല്ല. ഇനി ഹക്കീം ഉസ്താദ് പറയുന്നത് എങ്ങനെയാ പുനരധിവാസം സാധ്യമാക്കേണ്ടത്, എങ്ങനെയാണ് അവരെ പീഡിപ്പിക്കാതെ പ്രശ്നം പരിഹരിക്കേണ്ടത്? അതിന് ഗവൺമെന്റിന്റെ കയ്യിൽ ഒരുപാട് ഭൂമിയില്ലേ. ഇതിപ്പോ ഒരു വഖഫ് നല്ലാണ്. ദേവസ്വം ഭൂമി കയ്യേറിയാലും ക്രിസ്ത്യൻ പള്ളിയുടെ സ്ഥലം കയ്യേറിയാലും ഒക്കെ എങ്ങനെ തന്നെയാണ് അർഹതപ്പെട്ട അവകാശികളിലേക്ക് നിയമവിധേയമായി അത് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് ഒരു സാമാന്യ ലോജിക്കല്ലേ? അതല്ലേ അതിന്റെ യുക്തിയും ന്യായവും? അതല്ലേ അതിന്റെ സത്യസന്ധത? ഇതല്ലേ ഇസ്ലാമിക നേതൃത്വം എന്ന് പറയുന്ന ആൾക്കാർ പറയേണ്ടത്? അല്ലാതെ അമ്മായി ആകല. ഇതാണോ ചെയ്യേണ്ടത്? ഇനി നോക്കൂ നിങ്ങള്, ഹക്കീം ഉസ്താദ് പറയാണ് ഗവൺമെന്റ് ഭൂമി നൽകണം, എന്നിട്ട് അവരെ വേറെ താമസിപ്പിക്കണം. ഓലെ വഴിയാധാരമാക്കാൻ പാടില്ല. വഖഫ് ഭൂമിയാണെങ്കിൽ അത് വഖഫിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണോ ഉള്ളത്, എന്തിനു വേണ്ടിയാണോ വഖഫ് ചെയ്യപ്പെട്ടത്, ആ കാര്യത്തിന് തന്നെ ഉപയോഗിക്കപ്പെടണമല്ലോ. അതാണ്. അല്ലാതെ ആരെങ്കിലും അവിടെ വന്ന് ഏതെങ്കിലും നിലക്ക് ചതിക്കപ്പെട്ടോ അല്ലാതെയോ താമസാക്കിയാല് ഓല അവിടെ തന്നെ ഇരുത്തണം എന്ന് പറയുന്നത് പട്ടാളപ്പള്ളിയിൽ ഹുസൈൻ മടവൂരിനെ തന്നെ കുത്തിർക്കാനാണ്. മൊഹീദ്ദീൻ പള്ളി വഹാബിയൊക്കെ തന്നെ കൊണ്ടടക്കാനാണ്. അല്ലാതെ മുനമ്പത്തെ പാവങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല. വഞ്ചിച്ചങ്ങൾ എങ്ങനെയാ ഓല സ്നേഹിക്കുക? കോഴിയെ ഉണ്ടോ കുറുക്കൻ സ്നേഹിക്കണം? അത് ഒരിക്കലും തന്നെ ജനങ്ങൾക്കൊരു ക്രൂശിക്കപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാകാൻ പാടില്ല. ഭൂമി ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ വേറെയുണ്ട്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമികൾ വളരെയേറെയുണ്ട്. അത് പലരും ഉപയോഗിച്ചു വരുന്നുണ്ട്. അപ്പോ വീടില്ലാത്തവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ അതിന് അർഹതയുള്ള. 100 ഏക്കറൊക്കെ സർക്കാർ ലീസായിട്ട് വർഷങ്ങൾ ഉപയോഗിച്ചു വരുന്ന സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഒരു തുണ്ട് ഭൂമി ഇല്ലാത്തവന്റെ കാര്യമല്ലേ ആദ്യം പരിഗണിക്കേണ്ടത്? അതാണ്. അതുകൊണ്ട് മുനമ്പത്ത് വഹാബികളാൽ ചതിക്കപ്പെട്ട പാവങ്ങൾക്ക് കേരളത്തിൽ ഇഷ്ടം പോലെ ഭൂമിയുണ്ട്. നല്ല ഭൂമി കൊടുത്ത് ഓല പുനരധിവസിപ്പിക്കണം. അല്ലാതെ വഖഫ് സ്വത്തില് അവിടെ തന്നെ ഓല കുടിയിരുത്തണം എന്നത് വഹാബികളെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ഓലുണ്ടാക്കിയ കുത്തിത്തിരിപ്പാണ്. അത് മുസ്ലിം സംഘടനകളുടെ പേരിൽ വെച്ച് കെട്ടുന്നത് ഹുസൈൻ മടവൂരിന്റെയും വഹാബികളുടെയും കുതന്ത്രമാണ്. അപ്പൊ പിന്നെ ചെലരിപ്പുണ്ടാക്കണ എന്താ പറയുക, ഗവൺമെന്റിലൊക്കെ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുക, എന്നിട്ട് പെട്ടെന്ന് നടപടി എടുത്തിട്ട് പൊതുവികാരം വർഗീയതല്ലാതെക്കൽ എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞിട്ട് ആ വഖഫ് സ്വത്തിൽ താമസക്കാരായ ആളുകളെ ഗവൺമെന്റിന്റെ മുമ്പിൽ സമ്മർദ്ദം ഉണ്ടാക്കിയാണ്ട് അവിടെ തന്നെ കുടിയിരുത്തുക. അവർക്ക് ലീഗലി അതിനുള്ള പരിരക്ഷ നൽകുന്ന നിയമ നടപടികൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ മുസ്ലിം നേതാക്കൾ എന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഭരണകൂടങ്ങളിൽ സമ്മർദ്ദം ഉണ്ടാക്കി പെട്ടെന്ന് പ്രശ്നം തീർക്കണം എന്ന് പറഞ്ഞ് ആ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടക്കാൻ. അവിടെയും ഹക്കീം ഉസ്താദ് ഒരു മുസ്ലിം നേതാവ് എന്ന നിലക്ക് അവധാനതയോടെ അദ്ദേഹം പറഞ്ഞു, അത് പെട്ടെന്ന് ചെയ്ത് ആരെയും മുറിവാക്കരുത്. അവധാനതയോടെ സാവകാശം, അതിനൊക്കെ സൗകര്യം സന്ദർഭം നോക്കി ഇത്രയും കാലം പോലെ അവിടെ നിന്നില്ലേ, മെല്ലെ മെല്ലെ അതിന് പ്രായോഗികമായ പരിഹാരം വേണം. വഖഫ് സ്വത്ത് നഷ്ടപ്പെടരുത്. വഹാബികളാൽ ചതിക്കപ്പെട്ട ആളുകളെ വഴിയാധാരമാക്കുകയും ചെയ്യരുത്. ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്. അവിടെ വർഗീയതയുടെ പ്രശ്നം എവിടെയാ? അവിടെ സാമൂഹിക മതമൈത്രിക്ക് തകർച്ച എവിടെയാ വരിക? അവിടെ ഇസ്ലാമിന്റെ വഖഫിന് എവിടെയാ തകർച്ച വരിക? എവിടെയും വരൂല. ഈ വഖഫ് വിഷയത്തില് പ്രതിപക്ഷം പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അടക്കം പറഞ്ഞത് സർക്കാർ മെല്ലെപ്പോക്ക് നയം പിന്തുടരുന്നു, അതിന്റെ ഭാഗമായിട്ട് BJP മുതലെടുക്കുന്നു എന്നുള്ളതാണ്. വർഗീയപരമായുള്ള ഒരു ധ്രുവീകരണത്തിലേക്ക് കേരളത്തെ നയിക്കുകയാണ് സർക്കാർ എന്നാണ് പ്രതിപക്ഷം പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. ഗവൺമെന്റിൽ പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് സമ്മർദ്ദം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇവിടെ വർഗീയത ആകെ ആളിക്കത്തെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുക, മുനമ്പത്തെ ഈ താമസക്കാരെ ചൂടാക്കുക. ഇതിന് അവസാനതൊക്കെ പാട് ഉരുട്ടിക്കൂട്ടി എന്നാ പിന്നെ ഓല അവിടെ തന്നെ താമസിപ്പിക്കട്ടെ, അവിടെ തന്നെ താമസിക്കട്ടെ, അതിന് ലീഗലി ആയിട്ട് പരിരക്ഷ കൊടുക്കാന്നുള്ള രീതിയിലേക്ക് സമ്മർദ്ദം ഉണ്ടാക്കി ഗവൺമെന്റിന് എത്തിക്കാനുള്ള പരിപാടിയാണ്. ആ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? വളരെ കാലങ്ങളായുള്ള താമസക്കാര്
അതിനെക്കുറിച്ച് പൂർവ്വകാല വഖഫ് ബോർഡുകൾ വേണ്ടത്ര ശ്രദ്ധിക്കാതെ വന്നപ്പോൾ പെട്ടെന്നൊരു ദിവസം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ പൊടുന്നനെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുക എന്നത് പ്രയാസങ്ങൾ സൃഷ്ടിക്കും. കാര്യങ്ങൾ അവധാനതയോടുകൂടി തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. എടുത്തുചാട്ടം പലപ്പോഴും ആപത്തിലേക്ക് നയിക്കും. അപ്പൊ വർഗീയതയില്ലാതെ, സംഘർഷങ്ങളില്ലാതെ അവിടെ ചതിക്കപ്പെട്ട താമസക്കാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവർക്കും കൂടി സ്വീകാര്യമായ സ്ഥലങ്ങളെ നിർണയിച്ച് അവരെ പുനരധിവസിപ്പിക്കുക, ഇതാണ് അതിന് പരിഹാരം. ഇത് നമ്മളെ മാത്രം അഭിപ്രായമല്ല, വഹാബികളല്ലാത്ത മൗദൂദികളല്ലാത്ത മുസ്ലിമീങ്ങളെയൊക്കെ അഭിപ്രായമാണ്. മറുഭാഗം സമസ്തയുടെ സെക്രട്ടറിയായ ബഹുമാനനായ മുക്കം ഉമർ ഫൈസിയും അത് വളരെ വൃത്തിയായി പറഞ്ഞിട്ടുണ്ട്. വഖഫ് സ്വത്ത് വിൽക്കാൻ പറ്റൂല. വഖഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വഖഫ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ സ്വത്താ. അത് സ്ഥിരമായി കൊണ്ട് അതിന്റെ വരുമാനം കിട്ടുകയും മുതൽ നശിക്കാതിരിക്കുകയും ചെയ്യുന്ന സാധനമാണ് വഖഫാക്കേണ്ടത്. തടി നിലനിൽക്കെ അനുഭവം എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് വഖഫാക്കേണ്ടത്. അപ്പോ ഇങ്ങനത്തെ വഖഫില് ഉസൈൻ മടവൂരിന് പോച്ചോലൊക്കെ കുടിയിരുത്തി താമസിപ്പിക്കാൻ സ്ത്രീധനം കിട്ടിയതല്ലല്ലോ, അത് വഖഫാണ്. അതുകൊണ്ട് വഹാബികളെ താല്പര്യത്തിനനുസരിച്ച് ക്രിയവിക്രിയ നടത്താനുള്ളതല്ല വഖഫ് സ്വത്ത്. ഇനി അദ്ദേഹം മറ്റൊരു രീതിയിൽ ആ പ്രശ്നത്തിന് പരിഹാരം പറയുന്നുണ്ട്. ഒരിക്കലും അവിടെ ചതിക്കപ്പെട്ട താമസക്കാരുണ്ട്, ആ താമസക്കാരെ വഴി ആധാരമാക്കരുത്. പിന്നെന്ത് ചെയ്യണോ? അത് വിറ്റ് തിന്ന ഫറൂഖ് കോളേജിന്റെ കമ്മിറ്റിക്കാർ വഹാബികളില്ല അവിടെ, അതിന്റെ നഷ്ടപരിഹാരം കൊടുത്തുങ്ങാണ്ട് ആ പാവങ്ങളെ സംരക്ഷിക്കട്ടെ. അങ്ങനെ വന്നാൽ പിന്നെ അതിനെ ലാ യുബാഉ വലാ യൂറസു എന്നൊക്കെയാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. വിൽക്കാൻ പാടില്ല, അനന്തരം എടുക്കാൻ പാടില്ല, കൈമാറ്റം ചെയ്യാൻ പാടില്ല. അത് ഖിയാമം വരെ അങ്ങനെ തന്നെ നിൽക്കണം. ആ വഖഫ് ചെയ്ത ആൾ എന്താണോ അതിനെ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഉദ്ദേശം മാത്രമേ എന്താ ചെയ്യാൻ പാടുള്ളൂ, ആ ഉദ്ദേശത്തിന് മാത്രമേ ചെലവാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിന്റെ നിയമം. അത് ശറഈന്റെ നിയമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വഖഫാക്കിക്കൊണ്ട് വെച്ച നിയമമാണ്. ആ നിയമത്തിനൊന്നും ഒരു വ്യത്യാസമില്ല. ശറഈല എല്ലാവരും അംഗീകരിക്കുന്ന നിയമമാണ്. അതാണ് കാട്ടുകോയ്ക്കെന്ത് ചങ്കരാന്തി എന്ന് പറഞ്ഞ മാതിരി ഉസൈൻ മടവൂരിന് എന്തത്ത് ശറഅ, വഹാബിയക്കെന്ത് ദീന. ഈ വഖഫ് ഞാൻ ചുരുക്കി പറയാണ്, വാർത്തകളൊക്കെ നിങ്ങൾ വായിക്കുന്നും കേൾക്കുന്നുണ്ടായിരിക്കും. ഈ വഖഫ് ഫറൂഖ് കോളേജ് നടത്തുന്നത് ഇപ്പം വഹാബികളെ കയ്യിലാണ് ഫറൂഖ് കോളേജ്. അതാണ് ഇപ്പൊ പറയാൻ കാരണം. അവരാണ് ഇത് വിറ്റത്. കുറെ കയ്യേറിപ്പോയ ആൾക്കാര്, അതിന്റെ അടുത്തൊക്കെ ഉള്ള കുറെ സ്ഥലങ്ങൾ ഒക്കെ കയ്യേറിയ കൂട്ടത്തില് കുറെ കയ്യേറി. ഇവരാരും അങ്ങോട്ട് പോയി നോക്കൂല. ഇവരൊക്കെ വലിയ സുജായികളല്ലേ കമ്മിറ്റിക്കാര്. അവർ എന്താക്കിയെന്ന് ചോദിച്ചാല് ഒരു വക്കീലിന് വിൽക്കാനുള്ള അധികാരം കൊടുത്തു. അദ്ദേഹം എന്താക്കി, അതൊക്കെ കിട്ടിയവർ കുറെ വിറ്റു, കുറെ അയാളും എന്താക്കി എടുത്തു. അങ്ങനെ എന്താക്കി അത് നശിച്ചു പോയി. വഖഫിന്റെ സ്വത്തെ വഹാബികൾ വിറ്റുന്ന്. ഇവർക്ക് എന്ത് ഹലാൽ ഹറാമുള്ളത്? അതാപ്പാടെ നടക്കുന്ന പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം. അവിടെ കുറെ പാവപ്പെട്ട ആൾക്കാർ, കുടിയേറ്റക്കാരുണ്ടായി. അവർ പൈസ കൊടുത്ത് വാങ്ങിയതാ. ഇവരോട് പൈസ കൊടുത്ത് വാങ്ങിയതുകൊണ്ട് അല്ലാത്തവരൊക്കെ ഉണ്ട്. അതിനേക്കാൾ അപ്പുറം അവർ റിസോർട്ടുകാരുണ്ട്, ഒരുപാട് റിസോർട്ടുകാർ, 60ഓളം റിസോർട്ടുകൾ അവിടെ, വലിയ കുംഭകോണക്കാർ. അവരാണ് ഇപ്പൊ അവിടെ സമരത്തിന് വേണ്ടി ഇവരെ ഇറക്കിയിരിക്കുന്നത്. ഇവർ നിരപരാധികൾ, പാവങ്ങളാ. ആ കുടിയേറിയ ആൾക്കാർ പാവങ്ങൾ, നിരപരാധികളാ. കുറെ അവർ പൈസ കൊടുത്ത് വാങ്ങിയ സ്വത്ത് നല്ല സ്വത്താണ് നിനക്ക് വാങ്ങിയതാണ്. ചിലരൊക്കെ അതൊക്കെ മറ്റു പലരും കയറി കൂടിയതല്ലേ എന്നുള്ള നിലക്ക് കയറി കൂടിയതാ. ഈ ഒരു വസ്തു വഖഫ് സ്വത്താണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അതിന് ആധാരമുണ്ട്. അതിന്റെ ആധാരത്തിൽ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നു, ഇത് വഖഫാക്കിയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. എന്റെയും എന്റെ കുടുംബത്തിന്റെയും പരലോക ഗുണത്തിന് വേണ്ടി വഖഫാക്കി എന്ന് ആവർത്തിച്ച് വീണ്ടും പറയുന്നുണ്ട്. വഖഫ് ആധാരത്തിൽ വഖഫ് എന്ന് എഴുതിയിരിക്കുന്ന അർത്ഥം ആർക്ക് പരിശോധിച്ചാലും അറിയാം. ഞാനത് പരിശോധിച്ചതാ. വഖഫ് എന്ന് 2 വട്ടം എഴുതിയിട്ടുണ്ട് അതിൽ. അങ്ങനത്തെ വഖഫ് ആധാരമുള്ളതാണ് ഈ വഖഫ് സ്വത്ത്. എങ്ങനെ വിൽക്കുക? വഹാബികൾക്ക് വിൽക്കുക. ദീൻ പൊളിക്കുന്ന വഹാബികൾക്ക് അത് വിൽക്കുക. അവർ വിറ്റതാ. മറുപടി പറയണം വഹാബികൾ. എന്നിട്ട് ഇവിടെ കുതിര കളിക്കുക. എന്നിട്ട് വഹാബികളെ കുത്തിത്തിരിപ്പ് മുസ്ലിം സംഘടനകളെ പെരടിയിൽ വെച്ചിട്ട്, ഇതാണ് എല്ലാ മുസ്ലിം സംഘടനയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങളെ ഓഫീസ് പറഞ്ഞാൽ മതി. TP അബ്ദുൽ കോയ മദനിയുടെ എത്തി എന്ന് പറഞ്ഞാൽ മതി. ഈ ഉമ്മത്തിന്റെ കാര്യം പറയാൻ മുഖ്യധാര മുസ്ലിം പണ്ഡിത നേതൃത്വമുണ്ട്. ഇവിടെ ഇപ്പൊ രാഷ്ട്രീയക്കാർ അവിടെ ചെന്ന് നോക്കി പറഞ്ഞാല് കുറെ വോട്ട് അവിടെ ഉണ്ടാവുമല്ലോ. 10-600 വീട്ടുണ്ടാവും, കുറെ വോട്ട് ഉണ്ടാവും. അപ്പൊ ആ നിലക്ക് പോലെ എന്താ കണ്ണീരൊലിപ്പിച്ചിട്ട് വഖഫ് ബോർഡ് പോലെ പുറത്താക്കാൻ പറ്റൂല എന്നാ അവര് പറയുന്നത്. നമ്മളും പറയുന്നത് തന്നെ, അവര് പുറത്താക്കണം എന്നല്ല, അവർക്ക് പ്രശ്നം പരിഹരിക്കണം. അതാണ്. അല്ലാതെ വഹാബി പുരോഹിതൻ പറഞ്ഞ പോലെ വഖഫ് സ്വത്ത് കണ്ടോൽക്കൊക്കെ കൊടുക്കണം എന്നല്ല. പിന്നെ പ്രശ്നത്തിന് പ്രായോഗികമായ പരിഹാരം ഉണ്ടാകണം. വഖഫ് സംരക്ഷിക്കപ്പെടും വേണം. അതാണ് മുസ്ലിമീങ്ങളെ നിലപാട്. അവരങ്ങോട്ട് ഇറക്കി വിട്ടാൽ അവർ റോഡിലേക്ക് പോകാനൊന്നും പറ്റൂല. അവർ പരിഹരിക്കണം. അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ ഈ കോളേജ് കമ്മിറ്റിന്റെ വഹാബികൾ ഉണ്ടല്ലോ, ആ വഹാബികളോട് അതിന്റെ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുത്തുകൊണ്ട് വേറെ സ്ഥലത്ത് എന്താക്കണം, കുടിയിരുത്തണവരെ വഖഫ് ഭൂമി ഒഴിഞ്ഞു കൊടുക്കണം. ഇതൊക്കെ പേടിച്ചിട്ടാണ് ഉസൈൻ മടവൂര് മുസ്ലിങ്ങളുടെ മൊത്തം പെരടിയിൽ വെച്ച് കെട്ടിയിട്ട് സ്വയം തടി രക്ഷപ്പെടുത്താൻ, വഖഫ് കൊള്ള രക്ഷപ്പെടുത്താനും സംരക്ഷിക്കാനുമുള്ള കലാപരിപാടിയുമായി ഈ ഉമ്മത്തിന്റെ മേലാളത്തം ചമഞ്ഞ് രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം വഹാബി ചതികൾ
പ്രവർത്തികൾക്കെതിരെ ഇതുപോലെ ഒരേ സ്വരത്തിൽ ഒരേ മനസ്സിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളും ഉമറാക്കളും സാദാത്തുക്കളും ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ട കാലമാണ്, പ്രവർത്തിക്കേണ്ട കാലമാണ്.